ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിപ്റ്റോ വിത്ത് സുബേർ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബിറ്റ് കോയിൻ എന്നുള്ളതിനെ കുറിച്ചിട്ടല്ല, പകരം എന്തുകൊണ്ട് നമുക്ക് ബിറ്റ് കോയിൻ വേണം, വൈ വി നീഡ് ബിറ്റ് കോയിൻ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് പലപ്പോഴും ആൾക്കാർ ബിറ്റ് കോയിൻ എന്ന് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനാണ് ആൾക്കാർക്ക് താല്പര്യം, അല്ലെങ്കിൽ അറിയാവുന്നവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും അങ്ങനെയാണ്. അതായത് ഇത് വലിയൊരു സംഭവമാണ് ബിറ്റ് കോയിൻ, മൈനിങ്, ക്രിപ്റ്റോഗ്രഫി, ഹാഷിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, വളരെ ലളിതമായിട്ടുള്ള ഒരു സംഭവം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ആൾക്കാർ ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ കാണുന്ന ഒരു സംഭവം. പക്ഷേ ഈ പറഞ്ഞ സംഗതിയെല്ലാം ബിറ്റ് കോയിൻ്റെ ടെക്നിക്കലി ഉള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ അറിയുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കൺവിൻസ്ഡ് ആവാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വൈ വി നീഡ് ബിറ്റ് കോയിൻ, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ബിറ്റ് കോയിൻ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഇന്ന് ഈ ലോകത്ത് ഏതൊരു കാര്യം എടുത്തോ, എല്ലാ കണ്ടുപിടുത്തങ്ങളും, എല്ലാ ടെക്നോളജികളായാലും എല്ലാ സംഗതികളും ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനാണ് അല്ലേ. അതായത് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇമെയിൽ, ഇതെല്ലാം ഫില്ല് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. സോ അതൊരു ബില്യൺ ഡോളർ പ്രോബ്ലമാണ്. അത് കാരണം കൊണ്ടാണ് ആൾക്കാർക്ക് അതിനൊരു ബില്യൺ ഡോളർ സൊല്യൂഷൻ ആക്കിയതും. അതായത് അതിലുള്ള കമ്പനികൾ, അത് കണ്ടുപിടിച്ച ആൾക്കാർക്കെല്ലാം ഒരു ഒരു ബില്യണയർ ലെവലിലോട്ട് എത്തിയത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ആമസോൺ സോൾവ് ചെയ്തത് ഒരു ബില്യൺ ഡോളർ പ്രോബ്ലമാണ്. അതായത് ഒരു പിയർ ടു പിയർ ആയിട്ട് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ല് ചെയ്യാൻ പറ്റും. ഒരു ബില്യൺ ഡോളർ പ്രോബ്ലം ആയത് കാരണം കൊണ്ടാണ് പുള്ളിക്കാരൻ ഒരു ബില്യണയർ ആയത്. അതേപോലെ നമ്മൾ ഏതൊരു സംഗതി എടുത്താലും ഒരു പ്രോബ്ലം എത്രമാത്രം വലിയൊരു പ്രോബ്ലമാണോ അത് അതിനനുസരിച്ചിട്ടായിരിക്കും ആൾക്കാർ അതിന് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. അതൊരു മില്യൺ ഡോളർ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തിയ ആൾക്കാർക്ക് ഒരു മില്യൺ ഡോളർ വാല്യൂ ആയിരിക്കും നമ്മൾ കൊടുക്കുക. അതൊരു ട്രില്യൺ ഡോളർ വാല്യൂ ആണ്, ഒരു സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അതിന് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു ട്രില്യൺ ഡോളർ വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ബിറ്റ് കോയിൻ്റെ കേസും. ബിറ്റ് കോയിൻ സോൾവ് ചെയ്യുന്നത് ഒരു ട്രില്യൺ ഡോളർ പ്രോബ്ലമാണ്. അത് കാരണം കൊണ്ട് തന്നെയാണ് വെറും 10 വർഷം കൊണ്ട് ബിറ്റ് കോയിൻ ഒരു ട്രില്യൺ ഡോളർ അസറ്റായി മാറിയത്. സോ ആ ഒരു പ്രോബ്ലം എന്താണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ആ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് യൂസ് ചെയ്യുന്ന, ഒരു മാറ്റവും ഇല്ലാതെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവം. ഇത്രയും ടെക്നോളജിക്കലിക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പോലും നമ്മളിപ്പോഴും അതേപോലെ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പതിറ്റാണ്ടുകൾ ആയിട്ട് യൂസ് ചെയ്യുന്ന കറൻസി എന്നുള്ളൊരു സിസ്റ്റമാണ്. അതായത് നമ്മൾ പൈസ, മണി എന്നുള്ളൊരു സിസ്റ്റത്തിനെയാണ് ബിറ്റ് കോയിൻ അടിമുടി ചേഞ്ച് ചെയ്യുന്നത്. സോ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അത്രയും ഔട്ട്ഡേറ്റഡ് ആണ്, അതിന് അത്രമാത്രം പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് കാരണം കൊണ്ടാണ് ബിറ്റ് കോയിൻ ഈ ഒരു നൊട്ടോറിയസ് ആയിട്ട് ഇങ്ങനെ കിടന്ന് വിലസുന്നതും. അതായത് ഗവൺമെൻറ്റിനും ബാങ്ക്സിനും ഒക്കെ ഒരു പിടികിട്ടാ പുള്ളിയായിട്ട് ഇങ്ങനെ നടക്കുന്നതും അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സോ എന്താണ് ആ പ്രോബ്ലം എന്ന് പറയുന്നത്? ആ പ്രോബ്ലത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഹിസ്റ്ററി, അതായത് പൈസൻ്റെ ഹിസ്റ്ററിനെ കുറിച്ചിട്ടൊക്കെ പറയേണ്ടതുണ്ട്. അതായത് ഏകദേശം ഒരു 900 BC കാലഘട്ടങ്ങളിലാണ് ആൾക്കാർ ബാർട്ടർ സിസ്റ്റം യൂസ് ചെയ്ത് തുടങ്ങിയത്. അതായത് ആൾക്കാർ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ അരിയുണ്ട്, നിൻ്റെ കയ്യിൽ ഗോതമ്പുണ്ട്. സോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ഒരു സിസ്റ്റത്തിന് പല പ്രോബ്ലംസ് ഉണ്ട്. സോ നമ്മൾ പൈസയുടെ ഓരോ സ്റ്റേജിലും ഒരു സിസ്റ്റം സ്റ്റോപ്പ് ചെയ്ത് വേറൊരു സിസ്റ്റം യൂസ് ചെയ്യാൻ തുടങ്ങിയതിനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ മുന്നേ ഉള്ളൊരു സിസ്റ്റം അതിനൊരു ഡ്രോബാക്ക് ഉള്ളത് കാരണം കൊണ്ടാണ്. സോ ബാർട്ടർ സിസ്റ്റത്തിനുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നീഡ്സിൻ്റെ ഒരു മിസ്മാച്ച് ആയിരുന്നു. എൻ്റെ കയ്യിൽ നെല്ലുണ്ട്, നിൻ്റെ കയ്യിൽ ഗോതമ്പുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടത് ഗോതമ്പല്ല, പക്ഷെ എനിക്ക് കൊടുക്കാനുള്ളത് നെല്ലാണ്. അങ്ങനെയുള്ളൊരു അവസരത്തിൽ അവിടെ ഒരു നീഡിൻ്റെ ഒരു മിസ്മാച്ച് ഉണ്ട്. സോ അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നടുവിൽ ഒരു തേർഡ് ഗുഡ് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യകത ആൾക്കാർക്ക് വന്നു. സോ അങ്ങനെയുള്ള സമയത്താണ് ആൾക്കാർ 1200 BC കാലഘട്ടങ്ങളിൽ കൗറി ഷെൽസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഒരു 700 BC ആയപ്പോൾ ആൾക്കാർ മിൻറ്റഡ് കോയിൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സിൽവർ കോയിൻസ്, ഗോൾഡ് കോയിൻസ്, അങ്ങനെയുള്ള മെറ്റൽ കോയിൻസുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്.
പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഗോൾഡ് സ്റ്റാൻഡേർഡിലോട്ട് മാറി. ഗോൾഡ് ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, പിന്നെ ഗോൾഡ് ബാക്ക്ഡ് സെക്യൂരിറ്റികൾ, കറൻസികൾ ഇറക്കാൻ തുടങ്ങി. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗോൾഡിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കറൻസി ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രിട്ടൻ വുഡ് സിസ്റ്റം, ഡോളർ ബാക്ക്ഡ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിലോട്ട് മാറി. 1945 മുതൽ 71 വരെയും ഒരു ഡോളർ സിസ്റ്റം ആയിരുന്നു. സോ ആ ഡോളർ ബാക്ക് ചെയ്തിരിക്കുന്നത് ഗോൾഡിനും, സോ മറ്റുള്ള കറൻസികളെല്ലാം പെഗ്ഡ് ഗോൾഡ് ഡോളറുമായിട്ട് പെഗ് ചെയ്തു. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഈ ഒരു ബ്രിട്ടൻ വുഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനുശേഷം 1971 നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കറൻസി ഫിയറ്റ് കറൻസി, അതായത് ഒന്നുമായിട്ടും ലിങ്ക് ചെയ്യാത്ത, ഒന്നുമായിട്ടും ടൈ ചെയ്യാത്ത, ഒരു വാല്യൂ ഇല്ലാത്ത, അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്നത് കൊണ്ട് മാത്രം ഒരു വാല്യൂ ഉണ്ടാകുന്ന ഒരു ഫിയറ്റ് കറൻസി സിസ്റ്റത്തിലോട്ട് മാറിയിട്ട് നമ്മൾ ഏകദേശം 50 വർഷത്തോളമായി. 1971 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 2009 ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ബിറ്റ്കോയിൻ ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് പൊളിച്ചടുക്കി, ഈ ഒരു സിസ്റ്റത്തിനെല്ലാം പൊളിച്ചടുക്കി കൊണ്ടുവന്നത്. ഇത്രയും കാലങ്ങളായിട്ടും ഗവൺമെൻറ്റിനും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനൊന്നും പിടിച്ചു കെട്ടാൻ പറ്റിയിട്ടില്ല. സോ ഈ ഒരു ഫിയറ്റ് കറൻസിക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ ഒരു ഫിയറ്റ് കറൻസിൻ്റെ മെയിനായിട്ടുള്ള ഒരു 3 പ്രോബ്ലം ബിറ്റ്കോയിൻ സോൾവ് ചെയ്യുന്നത്, മെയിനായിട്ടൊരു 3 പ്രോബ്ലംസ് ആണ് ബിറ്റ്കോയിൻ സോൾവ് ചെയ്യുന്നത്. ഒന്ന് വാല്യൂ എന്നുള്ളൊരു പ്രോബ്ലമാണ് മെയിനായിട്ട് ബിറ്റ്കോയിൻ സോൾവ് ചെയ്യുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ടാമത് ഡീസെൻട്രലൈസേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കറൻസിയാണ്. ഒരു ഗവൺമെൻറ്റാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്യൂരിറ്റിയാണ്. സോ ക്രിപ്റ്റോഗ്രഫി ബാക്ക്ഡ് ഒരു സെക്യൂരിറ്റിയാണ്. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സംഭവം അത്രമാത്രം സെക്യൂർ ആവണം എന്നുള്ളൊരു സിസ്റ്റം. ഈ ഒരു 3 പ്രോബ്ലമാണ് ഇത് സോൾവ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അത് 3 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞല്ലോ ഒരു തേർഡ് ഗുഡ്. ഇപ്പോൾ 2 മീഡിയം ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഇടയ്ക്ക് ഒരു തേർഡ് ഗുഡായിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഈ കറൻസി അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്ന ഒരു സംഭവം. ഈ ഒരു സംഭവം ആൾക്കാർക്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴും ആക്സെപ്റ്റബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഗതിക്ക് എന്താ പറയുക, വാല്യൂ ഉണ്ടായിരിക്കണം. ഓക്കെ. സോ നമ്മളിപ്പോൾ ഈ കറൻസി ഇപ്പോൾ ഒരു വെള്ള നോട്ടിൽ 1000 രൂപ എന്ന് ഗവൺമെൻറ് എഴുതി തരുന്നു എന്നുള്ള ആ ഒരു ട്രസ്റ്റിൻ്റെ ബാക്കിൽ മാത്രമാണ് ഇതിന് വാല്യൂ ഉണ്ടായി വരുന്നത്. അല്ലെങ്കിൽ ഇതിന് വാല്യൂ ഇല്ല, അല്ലേ? ഫോർ എക്സാമ്പിൾ മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം വന്ന ഒരു മെയിനായിട്ടുള്ളൊരു ചേഞ്ചാണ്, അല്ലെങ്കിൽ ഒരു മെയിനായിട്ട് കൊണ്ടുവന്നൊരു സംഭവമാണ് നോട്ട് നിരോധനം. 500-ൻ്റെ 1000-ൻ്റെ ഒരു നോട്ട് നിരോധനം. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു 500-ൻ്റെയും 1000-ൻ്റെയും കറൻസിക്ക് ഒരു വാല്യൂ ഇല്ല, നാളെ മുതൽക്കൊരു വാല്യൂ ഇല്ലാന്ന്. സോ ആൾക്കാരെല്ലാം പരക്കം പായാൻ തുടങ്ങി. സോ ആ രാത്രി മുതൽക്ക് ഈ 2 കറൻസിക്ക് ഒരു വാല്യൂ ഇല്ല, 0 വാല്യൂ ആയി മാറുകയാണ്. അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞത്, ഇത് ഗവൺമെൻറ് ബാക്ക്ഡ് ഒരു സെക്യൂരിറ്റി എന്നുള്ള കാരണം കൊണ്ടാണ്. സോ അവിടെയാണ് ബിറ്റ്കോയിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഈ ഒരു തേർഡ് ഗുഡ് അല്ലെങ്കിൽ ഒരു കറൻസി എന്ന് പറയുന്നത് ലിമിറ്റഡ് സപ്ലൈ ആയിട്ടുള്ള ഒരു എന്താ പറയുക, സ്കേഴ്സ് ആയിട്ടുള്ള ഒരു സംഭവം ആയാൽ മാത്രമേ ഇതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അതായത് ഇതിന് വാല്യൂ ഉണ്ടെന്ന് ആൾക്കാർ പറയാനുള്ളൊരു കാരണം എന്താ പറയുക, ഇത് സ്കേഴ്സ് ആയതുകൊണ്ട് മാത്രം. ഇതൊരു എക്കണോമിക് പ്രിൻസിപ്പിളാണ്. സംതിങ് ഈസ് സ്കേഴ്സ്, അതിനൊരു വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ ഗോൾഡ് ഒരു പരിധി വരെ സ്കേഴ്സ് ആണ്, അത് കാരണം കൊണ്ടാണ് ഗോൾഡിന് ഒരു വാല്യൂ ഉള്ളത്. അങ്ങനെ നമ്മൾ ഈ ലോകത്ത് എന്തൊരു സംഭവം എടുത്താലും വാല്യൂ ഉള്ളൊരു സംഭവം ഒന്നുമില്ലെങ്കിൽ അതൊരു എന്തെങ്കിലും ഒരു യൂട്ടിലിറ്റി, ഒരു പർപ്പസ് ഉണ്ടാവും അതിനെ കൊണ്ട്, അല്ലെങ്കിൽ അതൊരു സ്കേഴ്സ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. എന്നാൽ മാത്രമേ അതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. സോ ബിറ്റ്കോയിൻ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ബിറ്റ്കോയിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് 21 മില്യൺ ബിറ്റ്കോയിനിൽ ലിമിറ്റഡ് ആണ്. സോ അത്രയും ലിമിറ്റഡ് അത് ഫിനിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ഈവൻ ഗോൾഡിൻ്റെ കേസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും ഗോൾഡ് ലിമിറ്റഡ് അല്ല. അതായത് ഏതെങ്കിലും ഒരു വലിയൊരു ഗോൾഡ് മൈന് കണ്ടുപിടിക്കുന്നത് വരെ ഉള്ളൂ ഗോൾഡിൻ്റെ ലിമിറ്റഡ് സപ്ലൈ എന്ന്, അല്ലെങ്കിൽ സ്കേഴ്സ് ആണെന്ന് പറയുന്ന ഒരു കാര്യം. സോ അങ്ങനെ ഒരു വലിയൊരു ഗോൾഡ് നമ്മളിപ്പോൾ എവിടെ കുഴിച്ചാലും ഗോൾഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിനൊരു വാല്യൂ ഉണ്ടാവില്ല. പക്ഷേ ബിറ്റ്കോയിൻ്റെ കേസിൽ ബിറ്റ്കോയിൻ
അത്രയും സ്കേഴ്സ് ആയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ആണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ബിറ്റ് കോയിൻ ഒരു ഡിഫ്ലേഷണറി അസറ്റാണ്. നമ്മൾ ഈ പറയുന്ന ഈ കറൻസികളെല്ലാം ഒരു ഇൻഫ്ലേഷണറി ഒരു കറൻസിയാണ്. അതായത് ഈവൻ ഡോളറിൻ്റെ കേസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോളറിൻ്റെ ഒരു 25% ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈ എന്ന് പറയുന്നത് കഴിഞ്ഞ 1-2 വർഷങ്ങൾ, കഴിഞ്ഞ ഒരു 2-3 വർഷം കാലയളവിൽ പ്രിൻ്റ് ചെയ്ത കറൻസിയാണ്. അതായത് ഗവൺമെൻറ്റിന് ഒരു കൺട്രോളും ഇല്ലാതെ പ്രിൻ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ഫിയറ്റ് കറൻസി എന്ന് പറയുന്നത്. ആവശ്യത്തിന് വരുന്ന സമയത്തിന് എന്താ പറയുക, പ്രിൻ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു ഫിയറ്റ് കറൻസി എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു ബിറ്റ് കോയിൻ്റെ ഇമ്പോർട്ടൻസ്, ഈ ഒരു ലിമിറ്റഡ് സപ്ലൈ അല്ലെങ്കിൽ സ്കേഴ്സ് ആയിട്ടുള്ളൊരു വാല്യൂ ഉള്ളൊരു കറൻസിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസി ഒരു ഡിഫ്ലേഷണറി അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ഇൻഫ്ലേഷൻ ലെവലിലോട്ട് പോകണം. നമ്മൾ ബിറ്റ് കോയിൻ്റെ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള സ്ഥലങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇറാന്, ഫോർ എക്സാമ്പിൾ നൈജീരിയ, അതുപോലുള്ള അർജൻറ്റീന, ഇങ്ങനെയുള്ള രാജ്യത്തെല്ലാം ബിറ്റ് കോയിൻ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ അവിടുത്തെ കറൻസികളെല്ലാം അത്രയും വാല്യൂ ഇല്ലാത്തൊരു എന്താ പറയുക അവസരത്തിലോട്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ടാണ് ബിറ്റ് കോയിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ എല്ലാം കൂടി വരുന്നത്. സോ നമ്മുടെ കറൻസി ആ ഒരു അവസ്ഥയിലോട്ട് എത്താത്ത അത്രയും കാലം നമ്മൾ ബിറ്റ് കോയിൻ ഒരു സംഭവമായിട്ട് കണക്കാക്കില്ല. സോ അതുവരെ നമ്മളൊരു കംഫർട്ട് സോണിലാണ് ഇപ്പോഴുള്ളത്. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ഒരു ഈ ഒരു മെയിനായിട്ട് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മുടെ കറൻസി വാല്യൂ ഇല്ലാത്തൊരു കറൻസി ആണ് നമ്മുടെ പേപ്പർ കറൻസി എന്ന് പറയുന്നത്. സോ ബിറ്റ് കോയിൻ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡാണ് കൊണ്ടുവരുന്നത്. അതായത് വാല്യൂ ഉള്ള ഒരു കറൻസി ആയിരിക്കണം നമ്മൾ മീഡിയം ഓഫ് എക്സ്ചേഞ്ചിന് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സിസ്റ്റമാണ്. സോ ബിറ്റ് കോയിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് സപ്ലൈ 21 മില്യൺ ആണ്, ഫിക്സഡ് ആയിട്ടുള്ള ഫൈനൈറ്റ് സപ്ലൈ ആണ്. അതുപോലെ തന്നെ ഓരോ 4 വർഷം കൂടുമ്പോഴും ഈ സപ്ലൈ എന്ന് പറയുന്നത് കട്ടായി ഹാഫായിട്ട് കട്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ബിറ്റ് കോയിൻ വേൾഡിൽ ഹാൽവിങ് എന്ന് പറയും. സോ ഓരോ 4 വർഷം കൂടുമ്പോഴും ബിറ്റ് കോയിൻ ഇപ്പോൾ കിട്ടുന്ന ബിറ്റ് കോയിൻ്റെ പകുതി ആയിരിക്കും അടുത്ത 4 വർഷം കഴിഞ്ഞിട്ട് കിട്ടുക. സോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതായത് അസറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഡിഫ്ലേഷണറി അല്ലെങ്കിൽ ഒരു പ്രൈസ് കൂടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് നമുക്ക് 1 രൂപയ്ക്ക് കിട്ടുന്ന സാധനമല്ല ഇപ്പോൾ 1 രൂപയ്ക്ക് കിട്ടുക. അതിനെക്കാട്ടി എത്രയോ കുറവാണ് സംഭവം കിട്ടുക. അതിന് അർത്ഥം സാധനങ്ങൾക്ക് വില കൂടിയതല്ല, പക്ഷേ ആക്ച്വലി നടക്കുന്നത് നമ്മുടെ കറൻസിക്ക് ഒരു വാല്യൂ ഇല്ലാണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈവൻ ഡോളറിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതാണ് മെയിനായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോബ്ലം ബിറ്റ് കോയിൻ സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ് ആണ്. നമ്മളീ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുവിധ എല്ലാ കാര്യങ്ങളും ഡീസെൻട്രലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ പിയർ ടു പിയർ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിലും, നമ്മളൊരു ഇമെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിലും, നമ്മളൊരു ഷോപ്പിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ പിയർ ടു പിയർ ആണ്. അതായത് ഒരു ബയറും സെല്ലറും നമ്മൾ ഡയറക്റ്റായി മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സെൻഡറും റിസീവറും നമ്മൾ ഡയറക്റ്റായിട്ടാണ് പിയർ ടു പിയർ ആണ് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ടെക്നിക്കലി നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പുറകെ ഒരു വാട്സാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അറ്റ് ദി എൻഡ് അതൊരു പിയർ ടു പിയർ തന്നെയാണ്. അതേപോലത്തെ പക്ഷെ നമ്മൾ ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം, ഒരു പൈസ എന്ന് പറയുന്ന ഒരു പണം അല്ലെങ്കിൽ ഒരു കറൻസി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഇടയിൽ ഒരു മിഡിൽമാൻ ഉണ്ട്. കുറേ കാലങ്ങളായിട്ട് ഓരോ രാജ്യത്ത് പോകുമ്പോഴും ഓരോ കറൻസിക്കുള്ള ഓരോ മിഡിൽമാൻ ഉണ്ട്. നമ്മൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, US അത് ഫെഡറൽ റിസർവ് ആണ്. അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ സെൻട്രൽ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ബാങ്കുകളുണ്ട്. ഇവരാണ് ഇതിൻ്റെ കംപ്ലീറ്റ് അതോറിറ്റിയും കൺട്രോൾ ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്ത് അവർ ഗവൺമെൻറ് പറഞ്ഞു അതിനൊരു വാല്യൂ ഇല്ല. അങ്ങനെ പല കാര്യങ്ങളിലും ഇതിൻ്റെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്, ഓരോ ഗവൺമെൻറ്റിൻ്റെ ഓരോ ഡിസിഷൻസ് പോലും ആ രാജ്യത്തെ പൗരന്മാരിന് ഒരുപാട് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അതായത് ഇപ്പോൾ നൈജീരിയ പോലുള്ള ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻസ് കാരണം കൊണ്ടാണ് ആ രാജ്യത്തെ ആൾക്കാർ അതിന് അനുഭവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, നമ്മൾ അഡ്വാൻസ് ഉണ്ടാക്കിയ പൈസ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഉള്ള പൈസ ഗവൺമെൻറ്റിൻ്റെയും പോളിസി മേക്കേഴ്സിൻ്റെയും ബാഡ് ആയിട്ടുള്ള ഡിസിഷൻസ് മൂലം നാളെ എണീറ്റ് നോക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസയ്ക്ക് ഇന്നുള്ള അതിൻ്റെ അത്ര വാല്യൂ ഇല്ല.
അങ്ങനത്തെ ഒരു അവസരം ഒന്ന് ആലോചിച്ച് നോക്കിക്കാം. അതിഭീകരമായിട്ടുള്ള അവസരമല്ലേ. സോ ഈ ഒരു പ്രോബ്ലമാണ് ബിറ്റ് കോയിൻ അഡ്രസ്സ് ചെയ്യുന്നതും അതിനുള്ളൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നതും കംപ്ലീറ്റ് ആയിട്ട് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട്. അതായത് ഒരാളും കൺട്രോൾ ചെയ്യാത്ത ഒരു സിസ്റ്റം, ഒരു മോണിറ്ററി സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ബിറ്റ് കോയിൻ ചെയ്തത്. അതിനായിട്ട് യൂസ് ചെയ്യുന്നതും ഈ ഒരു സിസ്റ്റമാണ്. ബ്ലോക്ക് ചെയിൻ എന്നുള്ളൊരു സിസ്റ്റമാണ് ബിറ്റ് കോയിൻ യൂസ് ചെയ്യുന്നതും. ഏതൊക്കെ ബിറ്റ് കോയിൻ ആരുടെയൊക്കെ കയ്യിലാണ്, അല്ലെങ്കിൽ എത്രയൊക്കെ ബിറ്റ് കോയിൻ ഫ്രം 0 ടു ഇതുവരെ ഈ ബിറ്റ് കോയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കുലേഷനിലുണ്ട്, ആരുടെയൊക്കെ കയ്യിലുണ്ട്, ഏതൊക്കെ വാലറ്റിലുണ്ട്, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അത്രയും സുതാര്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതും ഒരു സിസ്റ്റമാണ് ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കേസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നോട്ട് ബാൻ വന്നതിൻ്റെ ശേഷം റിസർവ് ബാങ്ക് തിരിച്ച് റിസർവ് ബാങ്കിലോട്ട് വന്ന കറൻസികളുടെ കണക്കെടുത്ത്, അതായത് റിസർവ് ബാങ്ക് അച്ചടിച്ച കറൻസിയാണ് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത്. അതിൻ്റെ പോലും എക്സാക്റ്റ് ആയിട്ടുള്ള കണക്ക് റിസർവ് ബാങ്കിന് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. സോ അത്രയും എന്താ പറയുക, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, അത്രയും ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ബിറ്റ് കോയിൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു, ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഡാറ്റ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രഫി എന്നുള്ള സംഭവമാണ്. സോ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന, ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു കറൻസി എന്ന് പറയുമ്പോൾ അത്രയും എന്താ പറയുക, സെക്യൂർഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം, ഒരു കറൻസി ആയിരിക്കണം ഈ ഒരു ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കറൻസി ഇപ്പോൾ INR ആണെന്നുണ്ടെങ്കിലും ഡോളർ ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം കൗണ്ടർ ഫീറ്റ് ചെയ്യാൻ അത്രയും ഈസിയാണ് അല്ലേ. നമുക്ക് അത്രയും കള്ളനോട്ടുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ കൗണ്ടർ ഫീറ്റ് ചെയ്യാൻ ഈസിയാണ്. അതുപോലെ എന്താ പറയുക, വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ സ്പെൻഡിങ്. അതിപ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ള ഒരു കറൻസിക്ക് മാത്രമല്ല നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ കടം കൊടുക്കുന്നു, അവരതും കൊണ്ട് വേറെ ഇത് ചെയ്യുന്നു, പലരും പല സംഗതികളും ഈ ഒരു കറൻസി കൊണ്ട് ചെയ്യുന്നുണ്ട്. സോ ഡബിൾ സ്പെൻഡിങ് ഒഴിവാക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് അച്ചടിക്കുന്ന കറൻസിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിന് തന്നെ ഒരു കൺട്രോൾ ഇല്ലാത്തൊരു അവസ്ഥയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അത് ആർക്കും ചെക്ക് ചെയ്യാനും പറ്റില്ല. ഓക്കെ, സോ ഇങ്ങനെയുള്ളൊരു സംഭവം എല്ലാം സോൾവ് ചെയ്യുക, ഈ ഒരു കറൻസി, ഓരോ കറൻസിയും യുണീക്കായിട്ട് കൗണ്ടർ ഫീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിറ്റ് കോയിൻ കൊണ്ടുവരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. സോ ബിറ്റ് കോയിൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ് കോയിൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതൊക്കെ ഏതൊക്കെ വാലറ്റിൽ അവൈലബിൾ ആണ്, ആരുടെയൊക്കെ കയ്യിലാണ് ഉള്ളത്, അതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ബ്ലോക്ക് ചെയിനിൽ ഏതൊരു കുട്ടിക്ക് പോലും എടുത്തു നോക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വേറുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ മെയിനായിട്ട് ഈ ഒരു ബിറ്റ് കോയിൻ സോൾവ് ചെയ്യുന്ന 3 പ്രോബ്ലംസ് കൊണ്ടുവരുന്ന സൊല്യൂഷൻ, അതായത് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ഒരു പ്രോബ്ലംസ് ആണ്. ഒന്ന് ബിറ്റ് കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത്. 3 ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. 4 സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. സോ ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ബിറ്റ് കോയിൻ അഡ്രസ്സ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും, ടെക്നിക്കലുള്ള സംഭവങ്ങൾ, ഈ ഹാഷിംഗ് അൽഗോറിതം, മൈനിങ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഈ കാര്യങ്ങളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതും ഈ ഒരു 3 കാര്യങ്ങൾ എന്താ പ്രാക്ടിക്കൽ ആക്കാനുള്ള സംഗതികളാണ്. സോ ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ ബിറ്റ് കോയിൻ്റെ കൂടുതൽ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.